രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഈ ലോകത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും രാമായണം ഒരു സാങ്കല്പിക കഥയോ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത മഹത്വവൽക്കരിച്ച ഒരു കഥയോ ആണ്. എന്നാൽ ചിലർക്ക് അത് അതിനപ്പുറമുള്ള ഒന്നാണ്. അത് അവരുടെ മഹത്തായ ഭൂതകാലവും അവരുടെ വിശ്വാസ വ്യവസ്ഥയുമാണ്. അത് ആദർശ സ്വഭാവത്തിന്റെയും നീതിയുടെയും വ്യക്തിത്വ രൂപമാണ്. കേവലം മർത്യനായി അവതരിക്കുമ്പോൾ ദൈവം ഈ ലോകത്ത് എങ്ങനെ പ്രവർത്തിക്കും എന്നതിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് രാമൻ. രാമായണത്തിന്റെ ശ്രവണം ദീർഘായുസ്സും രാമന് തുല്യമായ വിജയവും നൽകും. രാമായണ ശീലുകൾ വീടുകളിലെ പ്രതികൂല ശക്തികളെ ശാന്തമാക്കും. രോഗിക്ക് പൂർണ്ണ സൗഖ്യം മാത്രമല്ല, എല്ലാ ദോഷങ്ങളിൽ നിന്നും മോചനം നൽകുകയും ദീർഘായുസ് ലഭിക്കുകയും ചെയ്യും. ഗർഭാവസ്ഥയിൽ ഈ പുണ്യകാവ്യം കേൾക്കുന്ന സ്ത്രീകൾ ഉത്തമന്മാരായ മക്കൾക്ക് ജന്മം നൽകും. അതായത് വായനക്കാരന് നീതിയും ലൗകിക ഐശ്വര്യവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന രാമായണ പാരായണം കഴിഞ്ഞ 31 ദിവസങ്ങളായി നാം തുടർന്നു വരികയായിരുന്നു. ഇന്ന് കർക്കിടകം 32 രാമായണ മാസാവസാനം. രാമായണ പാരായണത്തിന്റെ അവസാന ഭാഗം ഇന്ന് നമുക്കായി പാരായണം ചെയ്യുന്നത് ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും പ്രശസ്ത ചിന്തകനുമായ പ്രിയപ്പെട്ട അയ്യപ്പദാസാണ്. നാളെ ചിങ്ങം 1, മലയാള വർഷാരംഭം. എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണവും സമ്പൽ സമൃദ്ധവുമായ പുതുവത്സരം ശ്രീരാമന്റെ പേരിൽ ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് കർക്കിടകം 32 വെള്ളിയാഴ്ച, രാമായണ പാരായണ സമാപന ദിനം. ഓരോ വർഷവും രാമായണം വായിക്കാൻ കൊള്ളാവുന്ന ഒരു മാസം മാത്രമേ ഉള്ളൂ എന്നാണ് സനാതനധർമ്മ വിശ്വാസികൾ വിചാരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. അല്ല, ഒരു വർഷത്തിലെ 365 ദിവസവും വായിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് രാമായണം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ വായിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന രാമായണ കഥാഭാഗം ശ്രീരാമചന്ദ്രനെ, സീതയെ, ലക്ഷ്മണനെ, ഭരതശത്രുഘ്നന്മാരും വന്നെത്തിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മധ്യേ രാമനെ പട്ടാഭിഷേകം നടത്താൻ പോവുകയാണ്. ആ രാജ്യാഭിഷേകം നടന്നു കഴിയുമ്പോൾ, രാമൻ രാജാവായി മാറുമ്പോൾ രാജ്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ, രാജ്യാഭിഷേക ഫലം എന്തെല്ലാം, രാജ്യഭാരം കൊണ്ട് നാടിനുണ്ടാകുന്ന വ്യത്യാസം എന്ത്, അതേപോലെ തന്നെ രാമായണത്തിൻ്റെ ഫലശ്രുതി ഇത്യാദി ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് പാരായണത്തിൽ ശ്രവിക്കാൻ സാധിക്കുന്നത്. രാമായണം എല്ലാ ദിവസവും വായിക്കേണ്ടുന്ന അമൂല്യമായ ഗ്രന്ഥമാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം, രാമായണം വായന ശ്രവിക്കുന്നിടത്ത്, അതായത് രാമനാമ ശബ്ദം ലഭിക്കുന്നിടത്ത് ഹനുമാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഹനുമാൻ നേടിയിട്ടുള്ള വരമാണത്. രാമൻ ഹനുമാനോട് തന്നോടൊപ്പം പോരാനായിട്ടും പാലാഴിയിലേക്ക് അഥവാ വൈകുണ്ഠത്തിലേക്ക് പോരാൻ ആവശ്യപ്പെടുമ്പോൾ ഹനുമാൻ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്: രാമശബ്ദം ഭൂമിയിൽ നിന്ന് ഏത് സമയത്ത് ആറ്റിട്ട് പോകുന്നോ, അതായത് ഇല്ലാതാവുന്നുവോ, രാമായണം ഏത് സമയത്ത് ഇല്ലാതെ വരുന്നുവോ എന്നർത്ഥം. രാമശബ്ദം ഭൂമിയിൽ നിന്ന് ഇല്ലാതെ വരുന്ന ഏതെങ്കിലും ഒരു നിമിഷമുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ അങ്ങയോടൊപ്പം പോരുന്നതിന് തയ്യാറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാമശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അതിലാണ് ഞാൻ പുണ്യം കാണുന്നത്. അതുകൊണ്ട്
ഞാൻ ഹിമാലയത്തിൽ തപസ് ചെയ്തുകൊണ്ട് ഈ കാര്യം സാധിച്ചുകൊള്ളാം. രാമൻ സന്തോഷപൂർവ്വം അത് അംഗീകരിക്കുന്നു. ആ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേരുന്നത്. കർക്കിടകം 32 ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച നമ്മൾ ഒത്തുചേരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടി വരുന്നത് രാജ്യാഭിഷേകത്തിലേക്കാണ്. പുഷ്പവിമാനത്തെ മടക്കി അയക്കാൻ തയ്യാറായിക്കൊണ്ട്, അതായത് മുഴുവൻ പേരും അയോധ്യയിൽ എത്തിച്ചേർന്നു. അയോധ്യയിലെത്തിയവരെ കുറിച്ച് ഇനിയും കൂടുതൽ ആവർത്തിക്കേണ്ട കാര്യമില്ല. വാനരസേന മുഴുവനും അവരവരുടെ ഫാമിലിമാരോട് ഒരുമിച്ച്, അതേപോലെ തന്നെ വിഭീഷണനും 4 മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും മുഴുവൻ, ഗുഹൻ, ഇതുപോലെയുള്ള മുഴുവൻ അന്നത്തെ കാലത്തെ, അതായത് വനവാസകാലത്ത് ഉണ്ടായിരുന്ന ബന്ധുക്കൾ മുഴുവനും രാമ പട്ടാഭിഷേകത്തിന് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവം പട്ടാഭിഷേകം നടന്നു. രാമനെ അയോധ്യ രാജ്യാധിപനായി അഭിഷേകം ചെയ്തു. വൃക്ഷങ്ങളിലെല്ലാം അതിസ്വാദുള്ള പഴങ്ങൾ, കയ്പുള്ള ഉപദ്രവമുള്ള യാതൊരു ഫലങ്ങളും നമുക്ക് ലഭ്യമല്ലാതായി. ദുർഗന്ധപൂരിതങ്ങളായിരുന്ന പുഷ്പങ്ങൾ മുഴുവനും സുഗന്ധപൂരികളായിട്ട് മാറി. അതേപോലെ തന്നെ ആളുകൾ മുഴുവനും സദ്ഗുണസമ്പന്നരായി മാറി. ചതിക്കോ വഞ്ചനയ്ക്കോ അസത്യത്തിനോ അക്രമത്തിനോ യാതൊരു സ്ഥാനവും രാമരാജ്യത്ത് ഇല്ലാതായി. ഉണ്ടായിരുന്നതെല്ലാം പൂർണ്ണമായിട്ടും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. വന്നെത്തിയ മുഴുവൻ പേർക്കും ശ്രീരാമദേവൻ സമ്മാനങ്ങൾ നൽകി. മുഴുവൻ പേർക്കും, ഒരാളെ പോലും ഒഴിവാക്കിയില്ല. ധരിത്രി സസ്യ സമ്പൂർണയായി. വൈധവ്യ ദുഃഖം ഒട്ടുമില്ല. ബാലമരണം ഇല്ല തന്നെ. പ്രകൃതി ഏറെ സന്തുഷ്ട. കൃത്യസമയത്ത് മഴ തന്നെ പെയ്യുന്നു, കൃത്യസമയത്ത് വെയിലുണ്ടാവുന്നു. കാലാവസ്ഥ പൂർണ്ണമായിട്ടും ജീവിത സന്ധാരണത്തിന് അനുയോജ്യമായ വിധത്തിൽ തന്നെ അനുഭവപ്പെടുന്നു. രാമായണ വായനയോടുകൂടി, അത് ശ്രവിക്കുന്നതോടുകൂടി കേട്ടാൽ പോലും സമസ്ത ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകും. പരസ്പര വിശ്വാസവും സ്നേഹവും സഹകരണവും നാട്ടിൽ നിറഞ്ഞു. ശത്രുവിനാശനം, ശത്രുക്കളില്ല, പിന്നെ ശത്രുവിനാശനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതില്ല. സകലാഭീഷ്ട സാധകമാണ്. ധനധാന്യ വൃദ്ധി, അതേപോലെ തന്നെ ദീർഘായുസ്. ഇവിടെ നമുക്കറിയേണ്ടുന്നത് രാമായണ പാരായണം കേട്ടാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്. രാമായണ പാരായണത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ വന്ധ്യാ യുവതിയാണ്, അതായത് കുട്ടികളില്ലാത്ത ഒരു യുവതിയാണ് അനപത്യതാ ദുഃഖം കൊണ്ട് സങ്കടപ്പെടുന്നതെങ്കിൽ രാമായണ പാരായണം ശ്രവിച്ചാൽ അവർക്ക് സദ്ഗുണസമ്പന്നനായ ഒരു കുട്ടി ജനിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതേപോലെ തന്നെ സൽപുത്ര സിദ്ധിക്കും. ദുഃഖിതനാണ് ശ്രവിക്കുന്നതെങ്കിൽ അവൻ പൂർണ്ണമായും സുഖിയായിട്ട് വരും. ഏതെങ്കിലും തരത്തിലുള്ള രോഗമുള്ളവനാണെങ്കിൽ, അതായത് വ്യാധിതനാണെങ്കിൽ, അവൻ അനാതുരനായി മാറും. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, അതിൽ ധർമ്മത്തോടുകൂടി രാമധർമ്മത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ആ ധർമ്മത്തിൽ കൂടിയാണ് അർത്ഥം സമ്പാദിക്കുന്നതെങ്കിൽ, അതായത് ധർമാധിഷ്ഠിതമായ തരത്തിലാണ് അർത്ഥം സമ്പാദിക്കുന്നതെങ്കിൽ, ആ തരത്തിലുള്ള അർത്ഥം ഉപയോഗിച്ചാണ് കാമം ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന സ്ഥലം എന്ന് പറയുന്നത് സംശയിക്കേണ്ട രാമപാദകത്തിൻ്റെ സമീപം, അല്ലെങ്കിൽ രാമപാദാംബുജത്തിലാണ്. അതാണ് മോക്ഷം എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും 1 മാസം വായിക്കുന്ന രാമായണം ശുപാർശ ചെയ്യുകയാണ് ഞാൻ. സാധിക്കുന്ന മുഴുവൻ വീടുകളിലും എല്ലാ ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും രാമായണം വായിക്കണം. രാമായണം വായിക്കുന്നത് അവരവരുടെ ഭവനങ്ങളിൽ വായിച്ചാലുള്ള ഗുണം ഒരു പ്രത്യേക കവചമായി അവരവരുടെ വീടുകളിൽ
ആര് വായിക്കുന്നു അവരുടെ. ഇതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ യാതൊരു ഭേദവും എനിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. രാമായണം സകലർക്കും വായിക്കാവുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഭാരതത്തിൽ രാമായണം വായിക്കാൻ മുഴുവൻ പേരും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഞാനിവിടെ വിശദമാക്കിയത്. വായിച്ചാൽ നിങ്ങളുടെ വീടുകൾക്ക് ഒരു കവചമായി ഭവിക്കുന്നത് മറ്റാരുമല്ല, അദൃശ്യരൂപിയായ ആഞ്ജനേയൻ തന്നെ, ഹനുമാൻ തന്നെ എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് രാമായണത്തിൻ്റെ സമാപനം ഇന്ന് ഇവിടെ ആഘോഷപൂർവം സമാപിപ്പിക്കാം. ഏവർക്കും നന്ദി, നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി. നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ച് ചിൽപുരുഷൻ അരുൾ ചെയ്തോനന്തരം, ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ, മുന്നക്കണക്കെ വിശേഷിച്ചു നീ മുത. വന്നിടു ഞാൻ തിരൂപിക്കുന്ന നേരത്ത് നിന്നെ, വിരോധിക്കയും ഇല്ലൊരുത്തനും. എന്നരുൾ ചെയ്തത് കേട്ടു വന്നിച്ചു പോയി ചെന്നളകാപുരിമുക്ക് വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവി ദാശരഥിയും ഇരുന്നരുളേടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദിമഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലം എന്നപേക്ഷിച്ചിതു. ലക്ഷ്മീപതിയായ രാമനോടന്നേരം ബ്രഹ്മസ്വരൂപനാം ആത്മാരാമനീശ്വരൻ, ജന്മനാശാദികൾ ഇല്ലാത മംഗലൻ, നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ, നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ അവ്യയൻ, ചിന്മയൻ ജംഗമാജംഗമന്തർഗതൻ, സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ. തന്മഹാമായ ആ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നത് കേട്ടളവിങ്ങിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിലതിനൊരു കീടുകെല്ലാമെന്ന് പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ. അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രുനികന്ധകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമാവേവരും സംഭരിച്ചിടിനാരാനന്ദചേതസാം. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജഡാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ച് ദിവ്യാംബരം പൂണ്ട് മാല്യാനുലേപാദ്യലങ്കാരങ്ങളാണ്ട് കുതൂഹലം കൈക്കൊണ്ട നാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരൂഢമോദം അലങ്കരിച്ചിടിനാൻ.
ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരി ജനം മാനിച്ചലങ്കരിച്ചാരതീ മുദ്ര. വാരനാരീ ജനത്തിനും കൗസല്യതല അലങ്കാരങ്ങൾ നൽകിയിടിനാൾ. അന്നേരമത്രേ സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹൽ ചന്ദനം ഏറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതിതാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യ ഗജാശ്വരഥങ്ങളിലമ്മാറ് നാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരീമാരും വാഹനങ്ങളിൽ സേനാപരിവൃതന്മാരായ നാരദം മുമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും സദാ. സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ജരീന്ദ്രനും. ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവചനവും വീനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 ഉണ്ട്. വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നിടിനാർ. രാമനി വണ്ണം എഴുന്നള്ളും നേരത്ത് രാമമാരും ചെന്ന് ഹർമ്മങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷമാലോക്യനാരീജനം. ദേഹധർമ്മങ്ങളും ഒക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്ദിര തുല്യമാം താതാലയം കണ്ടു വന്നിച്ചകമ്പുക്കു മാതാവു തൻ പദം വന്നിച്ചിതഞ്ഞ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആസ്തയാചൊന്നാൻ അവിളംബിതം ഭവാൻ. ഭാനുതനയനും നക്തഞ്ജരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന്നോരോ ഗ്രഹങ്ങളിൽ ആക്കുകം വേണം അവരെ വിരയമീ എന്നതു കേട്ടത് ചെയ്താൻ ഭരതനും. ചെന്നവരോരോരോ ഗ്രഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും, അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാമാറു നീ കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി. 4 സമുദ്രത്തിലും ചെന്ന് തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും അരുൾപുത്രനും അംഗദന്താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജവർണ്ണേന വായി കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടുവന്നാടി നാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരം ആദിയാമന്യ തീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യൗഹവുമായി മറ്റ് ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനും ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിരു. പൊന്നിൻ കലശങ്ങളായിരത്തെട്ടും അങ്ങന്യൂന്യ ശോഭം ജപിച്ചാർമറകളും നക്തഞ്ജരേന്ദ്രനും വാനരവീരനും രക്തദണ്ഡം പൂണ്ട ചാമരം വീനാർ. ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരും ഉപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന്. സർവരത്നോജ്വലമായ ഹാരം പുരരുർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്ത് കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധദുർവാദള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം. ഹാരകിരീടി വിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം. പീതാംബരപരിശോഭിതം ഭൂധരം സീതയാ വാമാംഗ സംസ്ഥയാ രാജിതം. രാജരാജേന്ദ്രം രഘുകുലനായകം
രാജീവബാന്ധവംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടദം സേവ്യമനാമയം. ഭക്തി കൈക്കൊണ്ടു ഉമാദേവിയോടും വന്നു ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ, ശ്യാമള കോമള രൂപായ ദേ നമോ, കുണ്ടലീനാഥതൽപ്പായ നമോ നമ, കുണ്ടലമണ്ഡിതഗണ്ഡായ ദേ നമ. ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ, ആദിമധ്യാന്തഹീനായ നമോ നമ, വേദസ്വരൂപായ രാമായ ദേ നമ, വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ, വേദജ്ഞവന്ദ്യായ നിത്യായ ദേ നമ. ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിബുധേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിന. ബ്രഹ്മവരം കൊണ്ടങ്കൃതനായോരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മൽപദമെല്ലാം അടക്കിനാൻ കശ്മലൻ മൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണൻ. ത്വൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും. അന്നീവണ്ണം ഓരോരോ തരമാപത്ത് വന്നാൽ അതും തീർത്ത് രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്ന് ഉത്തമ പുരുഷ ഞാൻ പറയണമോ. എല്ലാം ഭവൽ കരുണാബലം എന്നി മറ്റില്ലൊരാലംബനം നാഥ നമസ്തുതേ. ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതു നേരം ആശരവംശവിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാൻ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു ദുഃഖവും തീർന്നിതു ഞങ്ങൾക്ക് ദൈവമേ. ത്വൽപാദപത്മം ഭജിച്ചിതിനെപ്പോഴും ചിൽപുരുഷപ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ ദേ നമ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിന. ദുഷ്ടനാം രാവണൻ നഷ്ടമായാനിന്ന് തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കലിഷ്ടിയും ഉണ്ടായതിലിഷ്ടഭാവത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്ക് ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ചതു മൂലം ഭവാൻ. പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവ സംഘവും ഒക്കെ സ്തുതിച്ചിതു പങ്ക്തി കണ്ഠാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും. ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം. സഞ്ചരിക്കാമിനി കാരുണ്യവാരിധേ നിൻ ചരണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച. പിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം. പന്നകതൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേമയം വന്ദാമഹേമയം. കിം പുരുഷന്മാർ പരംപുരുഷൻ പദം സംഭാവ്യഭക്ത്യാ പുകഴ്ന്നാരതിദ്രുതം. കമ്പിതന്മാരായി വയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണൻ എന്നു കേൾക്കും നേരം അമ്പരമാർഗേ നടക്കുമാറില്ലിനി. നിൻ പാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്ക് ചിത്തഭയം തീർത്ത കാരുണ്യവാരിധേ. രക്താരവിന്ദാഭപുണ്ട ഭവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമോ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ട് ഗദ്യപദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങൾക്കുള്ളിൽ തിരിയാത തത്വാത്മനേ പരമാത്മനേ തേ നമഃ. ചാരുരൂപം തേടും അപ്സരസാങ്കണം
ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യൻ മധുരപദങ്ങളാൽ തുഷ്ട്യാകനക്ക സ്തുതിച്ചോരനന്തരം രാമചന്ദ്രൻ അനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു. താരകബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അകന്നു വാണിടിനാർ. സച്ചിൽ പരബ്രഹ്മപൂർണമാത്മാനന്ദമച്യുതം അദ്വയം ഏകം അനാമയം ഭാവനയാ ഭഗവത്പദാംഭോജവും സേവിച്ചിരുന്ന ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദരവാനരതാപസ രാക്ഷസ ഭൂദേവവൃന്ദനിഷേവ്യമാണം പരം രാമാഭിഷേകതീർത്ഥാദ്രവിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രദം ചന്ദ്രബിംബാനനം ചാർവായതാഭുജം ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ട് കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. വിശ്വംഭര പരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗ്രഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോട് കലർന്നു നിന്നിടുന്നു. ദുർഗന്ധപുഷ്പങ്ങൾ അക്കാലമൂഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുരം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരോത്തമന്മാർക്ക് നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്രം അനഘം അനുപമം ആദിത്യപുത്രനു നൽകിനാൻ ആദരാലാതിഥേയാധിപപുത്ര തനയനും. അംഗദദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗലാപാങ്കിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തത് കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. കണ്ഠദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭർത്തൃമുഖാബ്ജവും മാരുതി വക്രവും മധ്യേ മണിമയമാകിയ ഹാരവും. ഇംഗിതജ്ഞൻ പുരുഷോത്തമൻ അന്നേരം മംഗലദേവതയോട് ചൊല്ലിയിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതോരുൾക്കമലത്തിൽ നിനക്ക് മനോഹരേ നൽകിയിടവനു നീ മറ്റാരുമില്ല നിന്നാകൂത ഭംഗം വരുത്തുവാനോമലേ എന്നത് കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാന് നൽകിനാൻ. ഹാരവും പൂണ്ടു വിളങ്ങിനാൻ ഏറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജന പുത്രനെ കണ്ടു രഘുവരൻ മന്നം അരികെ വിളിച്ചരുൾ ചെയ്തിടാനന്ദ പരവശനായി മധുരാക്ഷരം. മാരുതനന്ദന വേണ്ടും വരത്ത നീ വീരാ വരിച്ചുകൊള്ളുവേതും മടിയാതെ എന്നത് കേട്ടു വന്നിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നെ നാമവും ചാരുചരിത്രവും ഉള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം. രാമജപസ്മരണ ശ്രവണങ്ങളിൽ രാമകേ മാനസേ തൃപ്തി വരാവിഭോ മറ്റു വരം മമ വേണ്ടാതെ ആനിധേ മുറ്റും ഇളക്കമില്ലോതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൾ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഹേ. ജാനകീദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദ ബാഷ്പരീതനാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയാപാരം പണിപ്പെട്ടു രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്ന്
ഹിമാചലം ബുക്ക് തപസ്സിനായി പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ. ഗച്ഛ സഹേ പുരം ശൃംഗിവേരം ഭവാൻ. മച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴുക നീ, ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിടുകന്നോടു നീ. ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനോ യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാൽ ആശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദി പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാതെ വസ്ത്രാഭരണങ്ങളും ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർന്നാദരാൻ. മർക്കടനായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധ്യപൂകൻ നയച്ചരുളീടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം പൂണ്ട് കിഷ്കിന്ധ്യപുക്കു സുഖിച്ചു മരുവിനാൻ. സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോതരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹരാജ്യത്തിനു പോകന്നു പുൽകിക്കനിയോടു യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദം ഉൾക്കൊണ്ടുപോയാരവർകളും. നത്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ. ചരണാംബുജം മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ. ആചന്ദ്രതാരകം ലങ്കയിൽ വാഴുക നീ, നാശം അരികളാൽ ഉണ്ടാകയില്ലതേ. എന്നെ മറന്നു പോകാതെ നിരൂപിച്ച് പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മന മുക്തനായി വാണിയിടുകെന്നു നിയോഗിച്ച് മുക്താഫലമണി സ്വർണാഭരണങ്ങളും ആവോളവും കൊടുത്താശു പോവാനയച്ചാവിർമുത പുണർനേടിനാൻ. പിന്നെയും ചിത്തേ വിയോഗ ദുഃഖം കൊണ്ട് കണ്ണുനീരിത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗൽഗതവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ. ലങ്കയിൽ ചെന്ന് സുഹൃജനത്തോടും ആതങ്കം ഒഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്ത് വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ച് നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലോരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണങ്ങൾ അകപ്പെടുമാറില്ല കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകയില്ലാരുമേ. എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ, നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ല ആർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങളെ, ഓർക്കയുമില്ല പരദ്രവ്യവുമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനും ഉണ്ട്, നിന്നയും ഇല്ല പരസ്പരം ആർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തരസുഖം എന്തോന്നിതിൽ പരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങൾ അകന്നുമേ വീടിനാൻ. അധ്യാത്മരാമായണം ഇതം എത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കും, അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം, ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം.
ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം, വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടുമർത്ഥി, കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും, അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതൻ ഇത് കേൾക്കിൽ നിർഭയനായി വരും, വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും, ആധികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃ ഗണതാപസമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം. കന്മഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥകാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ. നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും. സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ വ്യർത്ഥമോദം, പരമാർത്ഥം ഇതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും, ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതദാനം വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.